வடிவில் முருகா எங்கள் பத்துமலை மான் மருகா வடிவேலவனே குமரா பச்சை மயிலேறி வருவாய் அழகா குழந்தை வடிவில் முருகா எங்கள் பத்துமலை மான் மருகா வடிவேலவனே குமரா பச்சை மயிலேறி வருவாய் அழகா അത് കറക്റ്റായിട്ട് അത് ജടയായിട്ട് തന്നെ വരണം, അല്ലാണ്ട് വെറുതെ ഇങ്ങനെ ചുമ്മാ കിടന്ന് മുടിയെല്ലാം കൂടെ കുരുങ്ങരുതെന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞു. അമ്മ പറഞ്ഞ നേരം എങ്ങനെയാണെന്നറിയില്ല, അത് കറക്റ്റായിട്ട് ഒരു ദിവസം കൊണ്ട് ഒരു വിരലിൻ്റെ പാതി വലിപ്പത്തിന് നീണ്ടങ്ങ് ജട പിന്നി കെട്ടി. അപ്പോഴത്തേക്ക് ഞങ്ങൾക്കത് മനസ്സിലായി ജടയാണെന്ന്. അങ്ങനെ അമ്മ എന്തായിരുന്നാലും വ്രതം എടുത്ത് പളനിയിൽ പോയി. എല്ലാവരും പറഞ്ഞു ജട എടുത്ത് കളയൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അമ്മയും വ്രതം എടുത്ത് പളനിയിൽ പോയി തലമുണ്ടലം ചെയ്ത് പിന്നെ വേണ്ടതൊക്കെ ചെയ്തിട്ടൊക്കെ ഇറങ്ങി വന്നു. പിന്നെയും ഉണ്ട് അമ്മയുടെ തലമുടിയിൽ ഇതുപോലെ വന്നതും അതും ഇത് എന്ന് പറയുന്നത് താഴോട്ടില്ല പാമ്പിൻ്റെ ജട പോലെ. ഇതിപ്പോൾ ഇഴഞ്ഞു വരുന്ന രൂപത്തിലാണ് ഇപ്പം അമ്മയുടെ തലയിൽ വന്നിരിക്കുന്നത്. അമ്മ അവിടെ നിന്നൊന്ന് എഴുതിയിട്ടമ്മ അവിടെ പോയിരുന്നെങ്കിൽ അത് ക്ലിയർ ആവുന്നുള്ളൂ. ഇതിൽ കറുത്ത കാറിൻ്റെ അടുത്തിരിക്കുന്നുണ്ട്. ഇതിങ്ങനെ പാമ്പഴഞ്ഞു വരുന്ന രൂപത്തിലാണ് അമ്മയുടെ തലയിലുള്ളത്. അപ്പോൾ ഇതിങ്ങനെ വരികയും പിന്നെ അമ്മയാണെങ്കിൽ പിന്നെ അതിനെ മാറ്റി മറിക്കാനോ പറക്കാനോ എടുക്കാനോ ഒന്നിനും പോയില്ല എന്നുള്ളതാണ് സത്യം. കണ്ടോ, ഇത് പാമ്പഴഞ്ഞു വരുന്ന അതേ രൂപത്തിലും പിന്നെ തലയിൽ ഇതാ ഇങ്ങനെയും വന്നു. ഇതുണ്ടോ, കറക്റ്റ് പാമ്പ് പടമെടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള ജടയാണ്. അത് നോക്കിക്കോണേ, ഇത് എനിക്കിങ്ങനെ തൊടാൻ തന്നെ ഒരു ഭയമാണ്. കണ്ടോ, 5 തലയുള്ള പാമ്പിൻ്റെ അതേ രീതിയിൽ 1 2 3 4 5 തലയുള്ള പാമ്പിൻ്റെ രൂപത്തിൽ ഇങ്ങനെയൊക്കെ ജട വരുമോയെന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ജട കാണുന്നത്. അമ്മയാണെങ്കിൽ പിന്നെ ഞങ്ങൾ ചുമ്മാ കളിയാക്കിയാണെങ്കിൽ അമ്മയെ ഞങ്ങൾ നാഗമ്മ കളിയാക്കിയല്ല, എൻ്റെ അച്ഛനാണെങ്കിൽ നാഗമ്മോ എന്ന് വിളിക്കും. കാരണം എൻ്റെ അമ്മയുടെ പേര് രാജമ്മ എന്നാണ്. അപ്പം നാഗമ്മോ എന്ന് വിളിക്കും. അതെന്തോ തമ്പുരാൻ കേട്ടിട്ടായിരിക്കും അതങ്ങ് ഫലിച്ചു.